നമ്മൾ പിന്നെ യുവജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി വേടൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അത് എനിക്ക് ഒരിക്കൽ പോലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു യുവജനങ്ങൾ വേടൻ്റെ പരിപാടിക്ക് ആളുകൾ വരുന്നുള്ളതുകൊണ്ട് ഇയാൾ കാണിക്കുന്ന എല്ലാ കാര്യത്തിനെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതേപോലെ ഇവിടെ വേണ്ട യുവജനങ്ങൾക്ക് വേണ്ടത് അവർക്ക് അവരുടെ ഇപ്പം പഠിക്കാനുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നിലവാരം, യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ തപ്പിയെടുക്കേണ്ട ഒരു അവസ്ഥ വരും. മിക്ക സ്ഥലങ്ങളിലും സ്ഥിരം വൈസ് ചാൻസലർ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉള്ള സ്ഥലങ്ങളിൽ തന്നെ തർക്കം, ഭീകരമായ രൂപത്തിൽ അടിയും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇതിന് പകരം കൃത്യമായി യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ നല്ല രൂപത്തിൽ ആണ് എന്ന് ജനങ്ങൾക്ക് തോന്നണം. അപ്പോൾ ഇവിടെ പല LDF നേതാക്കന്മാരും പറയുന്നുണ്ട് ഈ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അതൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ ഇവിടെ നിന്ന് പോകുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ടല്ലോ, അവര് പഠിച്ചു കഴിഞ്ഞാലുണ്ടാവുന്ന കാര്യം, പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടുമെന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ, നല്ല വിദ്യാഭ്യാസം കിട്ടണം. അതിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ക്വാളിറ്റി അഷുറൻസിലേക്ക് പോകാനുള്ള ഒരവസരമുണ്ട്. അതൊക്കെയാണ് യുവാക്കളെ. അത് കഴിഞ്ഞാൽ നല്ല തൊഴിൽ കിട്ടും. ഇവിടെ ഇപ്പം ഈ IT മേഖലയിൽ മറ്റുമാണെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിയിൽ. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് കാണിക്കാൻ 2-3 കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും പറയാൻ പറ്റും. അതല്ല വേണ്ടത്. വളരെ മുന്നോട്ടേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന രൂപത്തിൽ. പണ്ട് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ അദ്ദേഹം ഭരിച്ച സമയത്ത് പറഞ്ഞിരുന്ന IT രംഗത്ത് അദ്ദേഹം ഉണ്ടാക്കിയുള്ള കുതിപ്പിനെ കുറിച്ചാണ്. അത് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ഒരു നമ്മളിതാ കുതിക്കുന്നു എന്ന് പറയാൻ എന്താണ് ഉള്ളത് എന്നൊരു ചോദ്യമുണ്ടല്ലോ, അതാണ് ഇവിടെ വേണ്ടത്. അത്തരം കാര്യങ്ങളില്ലെങ്കിൽ BJP ഇത്തരം കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. അവർ പല കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറയും. അതൊക്കെ ഉണ്ടാക്കുന്ന കാര്യം ജനങ്ങളുടെ പുതിയ വോട്ടർമാരുടെ മനസ്സ് അപ്പുറത്തേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട്. ഈ നിലവിലുള്ള ആളുകളുടെ മനസ്സ് ഈ വർഗീയമായിട്ട് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്നത് സ്വന്തം വോട്ടുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് കാര്യമില്ല. നമ്മളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്, എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കുമ്പോൾ 100-ൽ 100 മാർക്ക് എനിക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് വേറെയുള്ള ആളുകളുടെ അടുത്താണ് കൊടുക്കേണ്ടത്. മറ്റുള്ള ആളുകൾ പ്രോഗ്രസ് റിപ്പോർട്ട് കണക്കാക്കിയിട്ട് ഇതാ നിങ്ങൾക്ക് 100-ൽ 60 മാർക്കെങ്കിലും തന്നിരിക്കുന്നു, അല്ല 50 മാർക്ക് സെക്കൻഡ് ക്ലാസ്സെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നൊരവസ്ഥയിൽ ഉണ്ട് എന്ന് പറയിപ്പിക്കണം. അതാണ് ശരിക്കും വേണ്ടത്.